So hello everyone. So ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത് one of the most famous company American Express is hiring for data analyst. സോ ഇന്ത്യയിൽ അവർ ഗുർഗാവോണിലും ബാംഗ്ലൂരും ഡാറ്റ അനലിസ്റ്റിനെ ഹയർ ചെയ്യുന്നുണ്ട്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ദാറ്റ് ദിസ് ഫോർ ഫ്രഷേഴ്സ് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ആദ്യം തന്നെ നമുക്ക് അമേരിക്കൻ എക്സ്പ്രസിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകാം. സോ എല്ലാ കമ്പനീസും അവരുടെ ജോബ് അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ജോബ് ഹയറിങ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നില്ലെങ്കിൽ കരിയർ എന്ന് പറയുന്ന മെനുവിലായിരിക്കും, അല്ലെങ്കിൽ ജോബ് സെർച്ച് എന്ന് പറയുന്ന മെനുവിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യാറ്. സോ ഇവിടെ ജോബിലേക്ക് ക്ലിക്ക് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കമ്പനിയിൽ ഹയർ ചെയ്യുന്ന പൊസിഷൻസിനെ കുറിച്ച് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒന്നിലധികം പൊസിഷൻസിൽ ഹയർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ അനലിറ്റിക്സ് തന്നെ ഒന്നിലധികം നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ഡാറ്റ സയൻസിലും ഹയർ ചെയ്യുന്നുണ്ട്, ഡാറ്റ അനലിറ്റിക്സിലും ഹയർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോബ് റോൾസ് ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും, ഡിഫറെൻറ്റ് ടൂൾസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ സ്കിൽസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൂൾസ് ഓരോന്നിലും പോയിട്ട് സെർച്ച് ചെയ്ത് മാച്ച് ചെയ്ത് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഡാറ്റ അനലിറ്റിക്സിനെ കുറിച്ചാണ്. സോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, സോ ജോബ് ഡിസ്ക്രിപ്ഷൻ നല്ലപോലെ വായിച്ചിട്ട് ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള കീവേഡ്സ് സെലക്ട് ചെയ്യാം. ഈ കീവേഡ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് മാത്രം നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്യുക. ആ പ്രിപ്പയർ ചെയ്ത ആപ്ലിക്കേഷൻ വേണം നമുക്ക് സെൻഡ് ചെയ്യാൻ. ഓക്കെ, സോ ഇവിടെ ക്വാളിഫിക്കേഷനിൽ പോകണമെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും പോസ്റ്റ് ഗ്രാജുവേഷൻ ഓർ ഗ്രാജുവേഷൻ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് 0 to 1 years ഓഫ് എക്സ്പീരിയൻസ്. സോ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. ദെൻ അവർ പറയുന്നുണ്ട് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. സോ ഇതെല്ലാം നമുക്ക് നമ്മുടെ സ്കിൽ സെക്ഷനിൽ ആഡ് ചെയ്തിട്ട് ആപ്ലിക്കേഷൻ അയക്കാവുന്നതായിരിക്കും. ദെൻ അവർ പറയുന്നുണ്ട് പ്രോഗ്രാമിംഗ് സ്കിൽ ഈസ് എ പ്ലസ്, നോട്ട് മാൻഡറ്ററി. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്നുണ്ടോ വെച്ചാൽ അത് ആഡ് ചെയ്യാം. SQL, പൈത്തൺ, MS ഓഫീസ്, പവർ പോയിൻറ്റ്, എക്സൽ ഇതൊക്കെയാണ് അവരുടെ ടൂൾസായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ജോബ് ലൊക്കേഷൻ ഗുർഗാവോണിലാണ്. താഴോട്ട് വന്നെന്ന് വെച്ചാൽ നമുക്ക് കമ്പനിയുടെ സാലറീസും ബെനിഫിറ്റ്സും ഇൻസെൻറ്റീവ്സ് അതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും. സോ ഇതെല്ലാം വായിച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. സോ അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇതിൻ്റെ ടോപ്പിലായിരിക്കും. ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഇവിടെയായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. സോ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജാണ് വരുന്നത്. സോ ഇത് ചുമ്മാ ഒന്ന് റഫായിട്ട് വായിച്ച് നോക്കിയിട്ട് അഗ്രി കൊടുക്കാം. ദെൻ അഗ്രി കൊടുത്തതിന് ശേഷം ഈ ഒരു പേജിലായിട്ടാണ് പോകുന്നത്. സോ നമുക്ക് ഇവിടെ 2 ടൈപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം, അല്ലാതെ ക്രിയേറ്റ് ചെയ്യാതെ അപ്ലൈ ചെയ്യാൻ പറ്റും. ക്രിയേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നെങ്കിൽ ഇൻ ഫ്യൂച്ചറിൽ ഇതേ കമ്പനിയിൽ വല്ല വേക്കൻസി വരികയാണെന്ന് വെച്ചാൽ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കണ്ടിന്യൂ വിത്തൗട്ട് ക്രിയേറ്റിംഗ് ആൻ അക്കൗണ്ടാണ് കൊടുക്കുന്നത്. സോ ഇവിടെ നമ്മളൊരു വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ID കൊടുക്കുക. നമ്മൾ സെലക്ഷനായി അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് എല്ലാം വരുന്നത് ഈ കൊടുക്കുന്ന മെയിൽ IDയിലായിരിക്കും. സോ കൊടുക്കുന്ന മെയിൽ ID വാലിഡ് ആയിട്ടിരിക്കാൻ സൂക്ഷിക്കുക. സോ മെയിൽ ID കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ പ്രസ് ചെയ്യാം. ഈ ഒരു ആപ്ലിക്കേഷൻ 8 സ്റ്റെപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ CV അപ്ഡേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പിൽ കോൺടാക്ട് ഇൻഫർമേഷൻ, അഡ്രസ്സ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുക. തേർഡ് സ്റ്റെപ്പിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത്. അങ്ങനെ 8 സ്റ്റെപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അവസാന സ്റ്റെപ്പിൽ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആവും. സോ ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നില്ല, പക്ഷെ നാളെ ഞാൻ വീണ്ടും പുതിയൊരു കമ്പനിയുടെ അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും. നാളെ മാത്രമല്ല, ഡെയിലി ഞാൻ വരുന്നതായിരിക്കും. സോ നിങ്ങൾ ഡാറ്റ ഫീൽഡിലേക്കാണ് ജോബ് നോക്കുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.